SSFന്റെ സാഹിത്യോത്സവിൽ രചിക്കപ്പെട്ട 2 തീം സോങ്ങുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സാഹിത്യോത്സവിലും ഈ വർഷത്തെ സാഹിത്യോത്സവിലും രചിക്കപ്പെട്ട തീം സോങ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതിയത് ബാസിദ് ബുഹാരി എന്ന് പറയുന്ന യുവ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ ട്യൂണ് വളരെ മനോഹരമായ, കേൾക്കാൻ ഇമ്പമുള്ള ട്യൂണാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ വരികൾ വളരെ മനോഹരമാണ്. എങ്ങനെയാണത് വർണ്ണിക്കേണ്ടതെന്നറിയില്ല. അതിനുമപ്പുറത്തേക്ക് അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, അതാണ് ഏറെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ചെറിയ വരികളിൽ വലിയ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ വലിയ മഹാന്മാരെയും അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ പണ്ഡിതന്മാരുടെ ജീവിതത്തിലെ വലിയ സംഭവങ്ങളെ വളരെ ചെറിയ വരികളിൽ അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഏതായാലും നമുക്ക് ആ 2 സോങ്ങിന്റെയും ചെറിയ ഭാഗങ്ങൾ കേൾക്കാം. ഇതിന്റെ വിശദീകരണങ്ങളും നമുക്ക് ചെറിയൊരു ആത്മമിത്രമോ സൗമ്യ ചിത്രമോ ചിലന്തിമാട പ്രാവു വച്ച സൂത്രം സത്യമോ ഒറ്റമുണ്ടു മർത്യൻ നിത്യഹിംസ ശത്രു നീതിയൊച്ചയച്ചുരച്ച ദളിതുരത്നമോ ചന്ദ്രചാരുതയോ ജാതി ഭേദനേരുതിയോ തൂവെളുത്ത പൂച്ചിരിയോ മാനവാൻ മനുഷ്യൻ തൂവെളുത്ത പൂച്ചിരിയോ മാനവാൻ മനുഷ്യൻ. നിങ്ങൾ കേട്ടത് കഴിഞ്ഞ വർഷത്തെ 2025 തീം സോങ് ആണ്. അതിലെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആദ്യമായി ആത്മമിത്രമോ സൗമ്യ ചിത്രമോ ചിലന്തിമാട പ്രാവ് വെച്ച സൂത്രം സത്യമോ എന്ന് തുടങ്ങുന്ന വരി. ഈ വരിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗാർ സൗറിൽ കൂട്ടായി നിന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെയുമാണ് അദ്ദേഹം ഈ ചെറിയ വരികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അടുത്ത വരിയിൽ ഒറ്റമുണ്ട് മർത്യൻ നിത്യഹിംസ ശത്രുവോ നീതിയൊച്ചയച്ചുരച്ച ദളിതരത്നമോ എന്ന് പറയുന്ന വരികളാണ്. ഈ വരികളിൽ 2 മഹാന്മാരെയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഒന്നാമത്തേത് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും മറ്റൊന്ന് ഡോക്ടർ BR അംബേദ്കറെയുമാണ് അദ്ദേഹം ഈ 2 വരികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അടുത്ത വരി ചന്ദ്രചാരുതയോ ജാതി ഭേദനേരുതിയോ തൂവെളുത്ത പുഞ്ചിരിയോ മാനവാൻ മനുഷ്യൻ. ഈ വരിയിലൂടെ നാമൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ നേതൃത്വം, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ് അദ്ദേഹം ഈ വരികളിലൂടെ വർണ്ണിച്ചു തരുന്നത്. എത്ര സുന്ദരമായിട്ടാണ് ഈ 4 മഹത്തുക്കളെ കുറിച്ചും അദ്ദേഹം ചെറിയ വരികളിൽ എഴുതിയിട്ടത്. എങ്ങനെയാണ് അദ്ദേഹത്തെ വർണ്ണിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും നല്ല എഴുത്ത്, നല്ല ട്യൂണ്, നല്ല ആശയമുള്ള പാട്ട്.